കലക്കൽ വിവാദം പുതിയ തലത്തിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സഹായിക്കാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു പൂരം കലക്കൽ എന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പൂരത്തിന്റെ രാത്രി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സൂചനകൾക്ക് വ്യക്തത വരുന്നത്. സേവാഭാരതിയുടെ ആംബുലൻസിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് കൺസൾട്ടൻസിയായി പ്രവർത്തിച്ചിരുന്ന വരാഹി അനലിറ്റിക്സ് ആയിരുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. മന്ത്രി കെ രാജനും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറും അടക്കമുള്ളവർ വാഹനം കടത്തിവിടാത്തതിനാൽ നടന്നാണ് സ്ഥലത്തെത്തിയത്. ഈ സമയത്താണ് സേവാഭാരതി ആംബുലൻസിൽ സുരേഷ് ഗോപിയുടെ വരവ്. പൂരം അലങ്കോലമാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് അന്ന് ആദ്യം ആരോപണം ഉന്നയിക്കുന്നതും സുരേഷ് ഗോപി തന്നെയാണ്. എന്നാൽ പൂരം ബോധപൂർവം കലക്കുകയും പ്രശ്നം പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. പൂരം കലക്കലിൽ ബി.ജെ.പിക്ക് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട് എന്ന ആരോപണം പല കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്നുണ്ട്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ CPM-ന്റെ ഒത്താശയോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് ഇവരുടെ വാദം. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തിലും തൃശൂർ പൂരം വിഷയമായിരുന്നു. എന്നാൽ തൃശൂർ പൂരം കലക്കിയതാണെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ സംസ്ഥാന സർക്കാർ അന്ന് നിയോഗിച്ചത് ഇതേ അജിത് കുമാറിനെ തന്നെയായിരുന്നു എന്നതാണ് വിചിത്രം. അജിത് കുമാർ RSS നേതാവുമായി മാത്രമല്ല വരാഹി അനലിറ്റിക്സിന്റെ പ്രതിനിധിയുമായും ചർച്ച നടത്തിയിരുന്നുവെന്നാണ് പുതിയ ആരോപണം. തൃശൂർ പൂരം അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടില്ല എന്ന മട്ടിലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അജിത് കുമാർ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ആഴ്ചകൾക്കുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന റിപ്പോർട്ട് 5 മാസം വൈകിയിരിക്കുകയാണ്. വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.